ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ്, നമ്മൾ നഴ്സറികളിൽ നിന്നും ചെറിയ ചെറിയ റോസുകൾ മേടിക്കുമല്ലേ, അങ്ങനെ റോസുകൾ മേടിച്ചുകൊണ്ട് പോയാൽ ഒരു പ്രാവശ്യം പൂവുണ്ടാകും, അല്ലെങ്കിൽ 2 പ്രാവശ്യം പൂവുണ്ടാകും, പിന്നെ അതിന് ചെറിയ ചെറിയ രോഗങ്ങളൊക്കെ വരും, ഇലകൾ പഴുത്തു പോകും, അങ്ങനെ ചെടി തന്നെ നഷ്ടപ്പെട്ടു പോകുന്നു. അങ്ങനെ നമുക്ക് റോസ് വളർത്താനുള്ള ഒരു താല്പര്യം തന്നെ ഇല്ലാതാകുന്നു. ഞങ്ങളിപ്പം റോസ് വളർത്തുന്നില്ല അങ്ങനെ പോലും പറയുന്ന ആൾക്കാരുണ്ട്. എന്നോട് പറയുമ്പോൾ എനിക്കിത് മനസ്സിലാകും. കാരണം എനിക്കും ഇതേപോലെ തന്നെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ്, സങ്കടങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ്, നഷ്ടബോധങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ്. അപ്പം ഞാനിത് എങ്ങനെയാണ് പരിഹരിച്ചെടുത്തത് എന്ന് നിങ്ങളോട് പറഞ്ഞു തരാവേ. നിങ്ങളിതുപോലെ ചെയ്തു നോക്കിക്കോ. എന്നും നിങ്ങളുടെ വീട്ടുമുറ്റത്ത് റോസ ഇതേപോലെ നിറഞ്ഞ് പൂത്തു നിൽക്കും. അപ്പം നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയാം. നമ്മൾ ഈ റോസ നട്ടുപിടിപ്പിക്കുമ്പം നന്നായി പൂക്കുകയും ചെടി നന്നായി വളരുകയും ചെയ്യണമെങ്കിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നല്ല പോലെ സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് വെച്ചിട്ട് വേണം റോസാ ചെടി വളർത്തിയെടുക്കാൻ. അതുപോലെ നമ്മൾ റോസ നട്ട് വളർത്തുമ്പം ചെറിയ ചെറിയ ചട്ടികളിലല്ല, നമ്മൾ കുറച്ചും കൂടെ ഒരു വലിയ ഏകദേശം ഒരു 20-25 സെൻറ്റിമീറ്റർ എങ്കിലും വ്യാസം വരുന്ന വട്ടം വരുന്ന ചട്ടികൾക്കകത്ത് ചെടി നട്ട് വളർത്തുന്നതാണ് നല്ലത്. ചെറിയ ഇത് കണ്ടോ, ഇതുപോലെയൊക്കെയുള്ള ഞാൻ കാണിച്ചു തരാവേ. ഇത് കണ്ടോ, ഇതുപോലെയൊക്കെയുള്ള ചട്ടിക്കകത്ത് വളർത്തിയാലത്തെ കുഴപ്പം എന്നാണെന്നറിയോ, പെട്ടെന്ന് ചെടിച്ചട്ടിക്കകത്ത് ചെടിയുടെ വേര് വന്ന് തിങ്ങി നിറയും. പിന്നെ അവർക്ക് ആവശ്യമായ ലവണവും ജലവും വളവും ഒന്നും വലിച്ചെടുക്കാൻ പറ്റാതെ വരികയും വളർച്ച മുരടിച്ചു പോവുകയും അങ്ങനെ ചെടി നഷ്ടപ്പെട്ടു പോവുകയുമാണ് ചെയ്യുന്നത്. അപ്പം ഇതേപോലുള്ള ചെടികളെ നമ്മൾ ഏറ്റവും വേഗത്തിൽ മാറ്റി നട്ടോണം. അപ്പം ഞാൻ ഇതിനെ മാറ്റി നടാനായിട്ട് ഉപയോഗിക്കുന്ന പാത്രം എന്ന് പറയുന്നത് ഇത്രയുമൊക്കെ വലിപ്പമുള്ള ഒരു ചട്ടിയാണ്. ഏകദേശം ഒരു 30 സെൻറ്റിമീറ്ററോളം വ്യാസമുള്ള ഒരു ചട്ടിയാണ്. ഇതിലേക്കാണ് ഞാൻ ഈ ചട്ടിയിൽ നിന്ന് റോസയെ മാറ്റി നടുന്നത്. ഈ ചട്ടി ഉപയോഗിക്കാം. ഇത് ഉപയോഗിക്കുന്ന എപ്പോഴാണെന്നറിയോ, നമ്മൾ നഴ്സറികളിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വരുന്ന ഉടനെ ആണെങ്കിൽ ഈ ബാംഗ്ലൂർ റോസ പോലെയൊക്കെയുള്ള ചെടിയില്ലേ, ഇത് കണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള റോസയാണെങ്കിൽ നമുക്കിത് ഇതിനകത്തോട്ട് ആദ്യം മാറ്റി നട്ടാലും മതി. കുറച്ച് വലുതാകുമ്പം വീണ്ടും ഇതേപോലത്തെ വലിപ്പമുള്ള ചട്ടിയിലേക്ക് മാറ്റി നടണം. അപ്പം ഈ ചെടി, ഈ പാത്രം എന്ന് പറഞ്ഞാൽ ഇതിന് ഏകദേശം ഒരു 1 അടിയോളം വ്യാസമുണ്ടെന്ന് മാത്രമല്ല, ഇതിനകത്ത് വെള്ളം കെട്ടി നിൽക്കാതെ വാർന്നു പോകുന്നതിന് ആവശ്യമായ ഹോളുകളും ഇതിൻ്റെ അടിയിൽ ഇട്ടിട്ടുള്ള ഒരു വലിയ ചട്ടിയാണ്. അപ്പം നമ്മൾ എപ്പോഴും ചെടികൾ മാറ്റി നടുന്നതിന് മുന്നേ ആ ഹോളുകളെ ഓട് കഷ്ണം ഉപയോഗിച്ചോ കട്ട ഉപയോഗിച്ചോ ഒക്കെ നമ്മൾ അടച്ചു വെക്കണേ. അപ്പം ഇതിന് മുന്നേ ഒരു ചെടി നിന്നതാണ്, അതുകൊണ്ടാണ് ഇതിനകത്ത് ഈ മണ്ണൊക്കെ പിടിച്ചിരിക്കുന്നത്. അതിൻ്റെ ആവശ്യമുള്ളൂ നമുക്കിത് മാറ്റി നടാനായിട്ട്. അപ്പം എത്ര ഹോളാണോ ഉള്ളത് അത്രയും ഹോളുകളെ നമ്മൾ അടച്ചു വെച്ചോണം, അല്ലെങ്കിൽ ഇതിനകത്തെ മണ്ണ് ഒഴുകിപ്പോവും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് അടച്ചു വെച്ചിട്ട് തുടങ്ങുന്നത്. ഇതുപോലുള്ള ചട്ടിയിലേക്ക് നമ്മൾ ആദ്യം ചെയ്യുന്നത് ഉണങ്ങിയ ഇലകളിട്ട് നിറയ്ക്കുവാണേ. ഒന്ന്, പാത്രത്തിന് നല്ലോണം ഭാരം കുറഞ്ഞിരിക്കും. മറ്റൊരു ഗുണമെന്ന് പറയുന്നത് നല്ല പോലെ നീർവാർച്ച കിട്ടും. വെള്ളം ഇതിനകത്ത് കെട്ടി നിന്ന പെട്ടെന്ന് വേരഴുകി പോകുന്ന ഒരു ചെടിയാണ് റോസ. ഈ മഴക്കാലത്ത് എപ്പോഴും റോസ നഷ്ടപ്പെട്ടു പോകുന്നു നമ്മൾ പറയല്ലേ, അതിൻ്റെ ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് തുടർച്ചയായി മഴ പെയ്യുമ്പം വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു ഫലം തന്നെയാണ് ഈ ചട്ടിക്കകത്തുണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഈ ചെടികൾ നഷ്ടമാകുന്നത്. അപ്പം നമ്മൾ കുറച്ച് ഉണങ്ങിയ ഇലകളെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുവാണേ. ഏറ്റവും അടിയിൽ വേണമെങ്കിൽ പച്ച ഇലകളെ ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഇവിടെ ഞാൻ ഈ മിറ്റമടിക്കുകയും ഈ ചെടികളുടെയൊക്കെ വേസ്റ്റ് കമ്പ് വെട്ടി വെക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് ഇതേപോലെ നമുക്ക് ഉണങ്ങിയ ഇലകൾ കിട്ടുന്നത്. അപ്പം ഞാൻ 1/4 ഭാഗം വരെ ആ ഉണങ്ങിയ ഇലകൾ ഇട്ട് കൊടുത്തിരിക്കുവാണേ. എന്നിട്ട് നമ്മളിതേ ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് പോട്ടിംഗ് മിക്സ്. ഈ പോട്ടിംഗ് മിക്സ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ പോട്ടിംഗ് മിക്സ് ഉണ്ടാക്കുന്നത് ഞാൻ നിങ്ങളോട് പലപ്പോഴും കാണിച്ചു തന്നിട്ടുള്ളതാണ്, പറഞ്ഞു തന്നിട്ടുള്ളതാണ്. നമ്മുടെ പറമ്പിലെ മണ്ണും അതിനൊപ്പം ചകിരിച്ചോറും ചാണകപ്പൊടിയും ഉമിയും, ഈ 4 സാധനങ്ങൾ ചേർത്തിട്ടാണ് നമ്മളിവിടെ പോട്ടിംഗ് മിക്സ് ഉണ്ടാക്കുന്നത്. അപ്പം ആ കരികില ഇട്ടിട്ട് അതിൻ്റെ മുകളിലോട്ട് നമ്മൾ കുറച്ച് പോട്ടിംഗ് മിക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ ചെടിയെ മാറ്റി നടാൻ പോവാം. ഇത് നമ്മൾ ഇതിനകത്ത് വെള്ളം ഒഴിച്ച് കുതിർത്തിട്ട് ഇതിനകത്ത് ഊരി പോരുമോ നോക്കട്ടെ. കണ്ടോ, ഇതിനകത്ത് കണ്ടോ ചെളി പിടിച്ച ഈ മണ്ണായിരിക്കുന്നത് കണ്ടോ. ഈ മണ്ണിരുന്ന് കഴിഞ്ഞാൽ ചെടിക്ക് വേരോട്ടം കുറയും. അതാണ് ഇത്തരത്തിൽ നമ്മളിത് വാങ്ങിച്ചുകൊണ്ട് വന്ന ചെടി അതേപോലെ ഇരുന്ന ഒരു പാത്രമാണ്. അപ്പോൾ അതിനകത്തുനിന്ന് ഈ വേര് തിങ്ങി നിൽക്കുന്നിടത്തെ കുറച്ച് മണ്ണ്, പശിമയുള്ള ഈ മണ്ണ് കുറച്ച് നമ്മളങ്ങോട്ടൊന്ന് അടത്തിക്കളയണം കേട്ടോ. എന്നിട്ട് ഇതേപോലെ അങ്ങോട്ട് വെക്കും. കണ്ടോ, ഇനി ഇതിന് ചുറ്റിനും നമുക്ക് കുറച്ച് മാത്രം നമ്മൾ ചാണകപ്പൊടിയാണ്. മറ്റ് വളങ്ങളൊന്നും തന്നെ ഈ ചെടി മാറ്റി നടുന്ന അവസരങ്ങളിൽ കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ചാണകപ്പൊടി കുഴപ്പമില്ല, ചാണകപ്പൊടി മാത്രമാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യുന്നത് ഇത് കണ്ടോ, ഇത് നമ്മുടെ പോട്ടിംഗ് മിക്സ് ആണ്. ഞാനിവിടെ ഇത്രയും മാത്രമാണ് ചെയ്യാറ്.
പോട്ടിംഗ് മിക്സിൻ്റെ കളർ കണ്ടോ, നല്ല പോലെ ചാണകപ്പൊടി ഇട്ട് ഇളക്കുന്നത് കൊണ്ടാണ് ഈ കളർ വരുന്നത്. അപ്പം എന്തേ ഇതേപോലെ വെച്ചിട്ട് ചൂടൊന്ന് ഉറപ്പിച്ച് കൊടുത്തേക്കണം കേട്ടോ. ഇത്രയും മാത്രം ചെയ്താൽ മതി. ഇനി നമുക്കിതിൻ്റെ ചുവട്ടിലേക്ക്, ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് അങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, അല്ലെ ചുവട് നല്ലപോലെ നനയത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇതിൻ്റെ ചുവട് നനയാനായിട്ട് നല്ല പോലെ ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കുവാണേ. ഈ വെള്ളം നല്ലപോലെ വാർന്നു പോകണം. ഈ മണ്ണിൻ്റെ നമ്മൾ ഉപയോഗിക്കുന്ന പോട്ടിംഗ് മിക്സിന് ഉണ്ടായിരിക്കേണ്ടുന്ന ഒരു പ്രധാന ഗുണമെന്ന് പറയുന്നത് നല്ല വളക്കൂറുള്ളതായിരിക്കണം, വെള്ളം കെട്ടി നിൽക്കാത്തതായിരിക്കണം, നല്ല നീർവാർച്ച സൗകര്യം ഉണ്ടായിരിക്കണം, അതുപോലെ ഈ പാത്രത്തിന് നല്ല ഡ്രെയിനേജ് ഹോൾ ഉണ്ടായിരിക്കണം. അതൊക്കെയാണ് നമ്മൾ റോസ് നടുമ്പം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത്. ഇനി നമ്മളിതിനെ നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്തേക്ക് മാറ്റി വെക്കുക ചെയ്യുന്നത്. ഇപ്പം വേറെ ഇളകാതെ വെച്ചിരിക്കുന്നത് കൊണ്ട് ഈ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്ന സമയവുമായതുകൊണ്ട് തണലത്തേക്ക് മാറ്റി വെക്കണമെന്നില്ല, നല്ല വെയിലത്തേക്ക് തന്നെ വെക്കാം, ഒരു കുഴപ്പമില്ല. ഇവിടെ വെച്ചിട്ടാണ് വളർത്തുന്നത് കണ്ടോ. അപ്പോൾ അവിടേക്ക് തന്നെ വെച്ചു. ഇനി നമുക്ക് റോസയ്ക്ക് ചെയ്തു കൊടുക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രൂണിങ് ആണേ. റോസയ്ക്ക് നമുക്ക് പ്രധാനമായും വർഷത്തിൽ 2 പ്രാവശ്യമാണ് പ്രൂണിങ് ചെയ്തു കൊടുക്കേണ്ടത്. ഒന്ന് ജൂണിൻ്റെ അവസാനത്തോടു കൂടിയും മറ്റൊന്ന് ഡിസംബറിൻ്റെ ആദ്യത്തോടു കൂടിയും. അത് നല്ല ഹാർഡ് പ്രൂണിങ്ങാണ് നമ്മളെ ചെയ്യുന്നത്. നല്ല കട്ടിയുള്ള കമ്പ് തന്നെ ചുവടിൽ നിന്നൊരു ശകലം ഏകദേശം ഒരടി അരയടി ഉയരത്തിൽ വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത് കളയുന്നതാണ് ഹാർഡ് പ്രൂണിങ് ആയിട്ട് പറയുന്നത്. എന്നാൽ ഇത് കണ്ടോ, ഈ ചെടി ഇതുപോലൊക്കെ പൂക്കളൊക്കെ ഉണ്ടായി വന്നു പോകുന്ന ഭാഗങ്ങളുണ്ട്. അതേ കുറച്ച് താഴോട്ട് മാറ്റിയിട്ട് മുറിച്ചോണം കണ്ടോ. അപ്പോൾ ഇതേ അവിടെ ഇവിടെയൊക്കെ പൂക്കൾ വന്നു പോയ ഭാഗങ്ങളുണ്ട്, അതിനെ നമ്മൾ മുറിച്ചു മാറ്റുവാണ്. അങ്ങനെ മുറിച്ചു മാറ്റുമ്പം പുതിയ കൂടുതൽ ശിഖരങ്ങൾ ഉണ്ടാകുകയും ആ പുതിയ ശിഖരങ്ങളിലെല്ലാം മുട്ടുകൾ വരികയും അങ്ങനെ നിറയെ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും കേട്ടോ. പിന്നെ ഈ ചെടിക്ക് കണ്ടോ, ഇതിനും അതുപോലെ പൂക്കളെല്ലാം വന്നു പോയതിന് ശേഷം ഇത് നിൽക്കുക, ശകലം ചോട്ടിലോട്ട് മാറ്റിയാണ് ഞാൻ മുറിച്ചിരിക്കുന്നത് കേട്ടോ. എങ്കിലേ നല്ല ആരോഗ്യമുള്ള മുള കയറി വരത്തുള്ളൂ. ആരോഗ്യമുള്ള മുള വന്നാലേ നല്ല വലിപ്പമുള്ള പൂക്കൾ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് കട്ട് ചെയ്ത് കളയാം, ഒരു കുഴപ്പമില്ല കേട്ടോ. റോസയുടെ ചുവടെന്ന് പറഞ്ഞാൽ വെള്ളം കെട്ടി നിൽക്കരുത്, നന്നാനം ഉണ്ടായിരിക്കണം. 1-2 ദിവസം വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി. പിന്നെ മഴക്കാലമാണെങ്കിൽ നമുക്കിപ്പം വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട. കഠിനമായ വേനൽ വരുന്ന സമയങ്ങളിൽ എല്ലാ ദിവസവും ഓരോ പ്രാവശ്യം നനച്ചു കൊടുക്കുന്നതും റോസയ്ക്ക് നല്ലതാണ് കേട്ടോ. പിന്നെ ഈ റോസകളിൽ ഈ ഇലകൾ മഴക്കാലത്ത് പ്രത്യേകിച്ച് ഈ ഇലകളൊക്കെ പഴുത്തു പോകുക, അതുപോലെ ഇലയിലെല്ലാം കറുത്ത കുത്തുകൾ വരിക, തണ്ടുകൾ എപ്പോഴും നമുക്ക് റോസ വളർത്തുന്നവർക്കറിയാം റോസ നഷ്ടമായി പോകുന്നത് ഇങ്ങനെയൊക്കെയുള്ള പല രോഗങ്ങൾ വന്നിട്ടാണ്. ഇതെല്ലാം തന്നെ ഏകദേശം ഫംഗസ് ഉണ്ടാക്കുന്ന രോഗങ്ങളാണ്. അപ്പോൾ ഈ ഫംഗസ് ഉണ്ടാക്കുന്ന രോഗങ്ങൾ വരാതിരിക്കാനാണ് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യേണ്ടത്. റോസയ്ക്ക് നമ്മൾ വളം കൊടുക്കുന്നതെന്ന് പറയുന്നത് ജൈവ വളങ്ങൾ മാസത്തിൽ 1 പ്രാവശ്യം, അത് ചാണകപ്പൊടിയോ ഏതെങ്കിലും തരത്തിലുള്ള കമ്പോസ്റ്റ് വളങ്ങളോ കോഴിവളമോ അങ്ങനെയുള്ള എന്ത് കമ്പോസ്റ്റ് വളമായാലും കുഴപ്പമില്ല, മാസത്തിൽ 1 പ്രാവശ്യം. ഈ മഴക്കാലത്ത് കമ്പോസ്റ്റ് വളങ്ങൾ കൂടുതൽ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കമ്പോസ്റ്റ് വളങ്ങൾ കിടന്നാൽ ഫംഗസ് രോഗങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ വളം കൊടുക്കുന്ന അവസരത്തിൽ ചെടിയുടെ ചുവട് നല്ലപോലെ ഇളക്കുക, പറ്റുന്നത്ര കളകളെ അതിൽ നിന്ന് മാറ്റി കൊടുക്കണം കേട്ടോ. ഈ കളകളിലാണ് ഈ രോഗങ്ങൾ തുടങ്ങുന്നത്. എപ്പോഴും കളകളിലാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുമല്ലോ, നമ്മുടെ ചെടിയിലുണ്ടോയെന്നല്ലേ നോക്കുകയുള്ളൂ, അതാണ് അതിൻ്റെ കാര്യം വരുന്നത്. അപ്പോൾ ഈ കളകളെല്ലാം തന്നെ നല്ല പോലെ മാറ്റണം. അതിനുശേഷം ഇത് കോഴിവളമാണേ. അപ്പം ഞാൻ ചുവട്ടിൽ മുട്ടാതെ ആ മണ്ണ് കുറച്ച് ചെടിയുടെ ചുവട്ടിലോട്ട് അടുപ്പിച്ചിട്ട് ഒരു ചെറിയ ഒരു താഴ്ച പോലെ വരുമല്ലേ, ഈ ചട്ടിയുടെ വശത്തിനോട് അടുത്തിട്ടാണേ ആ ഭാഗത്താണ് നമ്മൾ വളം കൊടുക്കുന്നത് കേട്ടോ. കുറച്ച് വളം ഇട്ട് കൊടുത്താൽ മതി. ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് മണ്ണുമായിട്ട് കൂട്ടി ഇളക്കി ചേർത്തണം കേട്ടോ. ഇങ്ങനെ കുറച്ച് മാത്രം ജൈവവളം കൊടുത്താൽ മതി. അത് മാസത്തിൽ 1 പ്രാവശ്യം വീതം കൊടുക്കാൻ മറന്നു പോകരുത്. എന്നാലേ ചെടിക്ക് നല്ല ആരോഗ്യമുള്ള വളർച്ചയും പെട്ടെന്ന് പൂക്കളുണ്ടാകുകയും വലിയ പൂക്കളുണ്ടായി കിട്ടുകയും ചെയ്യത്തുള്ളൂ. മഴക്കാലത്ത് റോസാ ചെടികൾക്ക് രോഗങ്ങളൊന്നും വരാതിരിക്കാനും ഫംഗസ് രോഗങ്ങളോ അല്ലെങ്കിൽ അതുപോലുള്ള മിക്കവാറുമുള്ള ഒരു രോഗങ്ങളും വരാതിരിക്കാനും നിറയെ പൂക്കളുണ്ടാകാനും ഞാൻ ചെയ്തു കൊടുക്കുന്ന ഒരു പണി നിങ്ങൾക്ക് പറഞ്ഞു തരാവേ. ഞാനതൊരു സ്വന്തമായി ഒരു പരീക്ഷണം നടത്തി കണ്ടെത്തിയതാണ്. നിങ്ങൾക്കും ഗുണപ്പെടട്ടെ എന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞു തരുവാണേ. അപ്പോൾ അതിനുള്ള വളം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. വേണ്ടി സീക്രട്ട് വളം ഉണ്ടാക്കാൻ വേണ്ടി ഞാനുണ്ടല്ലോ ഒരു 1/2 ടീസ്പൂണ് NPK വളം എടുത്തിട്ടുണ്ടേ. അത് ഞാൻ എൻ്റെ ഈ പാത്രത്തിനകത്തോട്ട് ഇടുക കേട്ടോ. എന്നിട്ട് നാരങ്ങ വെള്ളത്തിനകത്ത് പഞ്ചസാര ഇട്ട് കലക്കുന്ന പോലെ നല്ലോണം ഇളക്കി അങ്ങോട്ട് മിക്സ് ചെയ്യണം. ഇനി ഇതിനകത്തോട്ട് ഇതിനേക്കാളും സീക്രട്ട് ആയിട്ടുള്ളൊരു സാധനം ചേർക്കാൻ പോവാണേ.
ഇത് നമ്മുടെ സാഫാണേ. അപ്പം സാഫിൻ്റെ ഒരു കണ്ടോ ഒരു 1/4 ടീസ്പൂൺ, ഇതിപ്പം പരന്ന് കിടക്കുന്നത് കൊണ്ടാണ് ശരിക്കും, ഒരു 1/4 ടീസ്പൂണ് സാഫും കൂടെ ഈ വെള്ളത്തിനകത്തേക്ക് നല്ലപോലെ ഇട്ടിട്ട് അലിയിപ്പിച്ചെടുക്കണം കേട്ടോ. നല്ലപോലെ കലക്കി അലിയിച്ചെടുക്കണം, കരടൊന്നും കിടക്കരുത്. അങ്ങനെ കരടൊന്നും ഇല്ലാതെ അലിയിപ്പിച്ചെടുത്തിട്ട് ഇതിനെ നമ്മൾ ഈ കുപ്പിക്കകത്തോട്ട് ഒഴിച്ച് നിറയ്ക്കാൻ പോവാണേ. കണ്ടോ, അപ്പം നിറച്ചിട്ട് ഞാൻ കാണിക്കാം. ഇനി നമ്മൾ ഇതിനകത്തോട്ട് ഈ സ്പ്രെയർ ഫിറ്റ് ചെയ്യുവാണേ. 40 രൂപ വിലയ്ക്ക് മേടിച്ചിരിക്കുന്ന ഒരു ചെറിയ സ്പ്രെയറാണ്. ഇതൊക്കെ ആർക്ക് വേണമെങ്കിലും വാങ്ങിച്ച് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ ഏകദേശം എല്ലാ കടകളിലും തന്നെ, ചെറിയ സ്റ്റേഷനറി കടകളിലൊക്കെ തന്നെ, അതുപോലെ ചെടികളുടെ സാധനങ്ങളൊക്കെ വിൽക്കുന്ന എല്ലായിടത്തും തന്നെ ഇത് വാങ്ങിക്കാൻ കിട്ടും. എന്നിട്ട് നല്ല പോലെ ചെടിയിലോട്ട് കണ്ടോ നല്ല പോലെ ഇങ്ങനെ അങ്ങോട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണം. അത് ഇലയിലും തണ്ടിലും ഇലയുടെ അടിയിലും എല്ലാം വീഴത്തക്ക രീതി, പൂവേലും മുട്ടയിലും ഒന്നും വീണാലും കുഴപ്പമില്ല. ഇങ്ങനെ നമ്മൾ നിറയെ, ഇപ്പം എനിക്കിവിടെ ഇത്രയും ചെടികളാണുള്ളത് കണ്ടോ, അതേലോട്ടെല്ലാം ഇങ്ങനെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് കൊണ്ടുണ്ടല്ലോ എനിക്ക് ഈ പ്രാവശ്യം മഴക്കാലത്ത് ഒരു റോസ് പോലും നഷ്ടമായില്ല കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ കൂട്ടുകാർക്കും ഇതേപോലെ വരട്ടെ. ഇപ്പം എനിക്കാണെങ്കിലും ഇനി ഞാൻ റോസ മേടിക്കുന്നില്ലെന്നൊക്കെ, ഞാൻ സ്ഥിരമായിട്ട് ചെടി വാങ്ങിക്കുന്ന നേഴ്സറിക്കാർ റോസ വരുമ്പോൾ എനിക്ക് മെസ്സേജ് ഇടും. അപ്പം ഞാൻ അവരോട് പറയാറുണ്ട് ഞാൻ ഇനി മേടിക്കുന്നില്ല, ഞാൻ എങ്ങനെ നോക്കിയിട്ടും റോസ നിൽക്കുന്നില്ല എന്നൊക്കെ ഞാൻ അവരോട് പറഞ്ഞതാണ്. ഇതേപോലെ നിങ്ങളിൽ പലരും പറയുന്നുണ്ടായിരിക്കും, ഓ മടുത്തു റോസ നട്ടുന്നതെന്നൊക്കെ പറയും. അപ്പം ഇതിലൊക്കെ പൂവുണ്ടായി മുട്ടുണ്ടായി വരുന്നത് കണ്ടോ. ഇങ്ങനെ വരാനായിട്ട് ഞാൻ ഈ പണിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഞാൻ ഈ പറഞ്ഞു തരുന്ന കാര്യം ചെയ്തു നോക്കണം. എന്നിട്ട് പ്രയോജനമാണെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോടും ഇത് പറഞ്ഞു കൊടുക്കണം. അതുപോലെ ഇപ്പം ഈ റോസയുടെ കാര്യം മാത്രമല്ല, എന്ത് തരത്തിലുള്ള പച്ചക്കറികളൊക്കെ ആണെങ്കിലും വളർത്തുക, അല്ലെങ്കിൽ അതിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുക, അതൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിന് താല്പര്യമാണെങ്കിൽ അവർക്ക് നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എനിക്കൊരു ലൈക്ക് തരാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ നിങ്ങൾ മറന്നു പോകല്ലേ. അപ്പം റോസ എല്ലാവരും ഇതേപോലെ നോക്കിയാൽ ഒറ്റ റോസ പോലും നഷ്ടപ്പെടാതെ നിറയെ പൂക്കളായിട്ട്, ഈ ബട്ടൺ റോസൊക്കെ നിൽക്കുന്നത് കണ്ടോ, നല്ല നിറച്ച് പൂക്കളുമായിട്ടാണ് വരുന്നത്. ഇതെല്ലാം ഞാൻ ഈ പരിപാടി ചെയ്തു കൊടുക്കാൻ തുടങ്ങിയ പിന്നെയാണ് നമ്മൾ ചെടി വളർത്തുന്നവരുടെ എല്ലാവരുടെയും തന്നെ വീടുകളിൽ ഈ NPK വളങ്ങളായാലും അതുപോലെ സാഫ് ആയാലും ഉണ്ടാകാറുണ്ട്. അല്ലെങ്കിൽ ചെടി വളർത്തുന്നവർ ഇത് വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്യണം. പിന്നെ വളം നിങ്ങൾ എടുക്കുമ്പോൾ എപ്പോഴും 1/4 സ്പൂണൊക്കെ NPK എടുക്കാവുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ചെടിയുടെ ഇലകളിലോട്ടൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ്. ഇലകളൊക്കെ വാടിപ്പോവോ ചെടികൾ കരിഞ്ഞു പോവുകയോ ചെയ്യുമ്പം എന്നോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല, നമ്മൾ ശ്രദ്ധിക്കാനുള്ളതൊക്കെ ശ്രദ്ധിച്ചോണം. ഇതേപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും